ഹായ് ഓൾ, വെൽക്കം ടു പെപ്പ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയണ്ടായി. ഇനി നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ്, അതായത് ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ആവണമെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നാലാണ് അതൊരു പ്രോപ്പർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് ആവുള്ളൂ നോക്കാം. സോ നമ്മൾ മെയിനായിട്ട് 5 പോയിന്റുകളാണ് പഠിക്കാനുള്ളത്. അത് കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിവിറ്റി. ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണ്? ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയും. നമുക്ക് ജസ്റ്റ് എന്താ ഒന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കാം. ഒബ്ജക്റ്റീവ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, പിന്നെ നോംസ് ഫോളോ ചെയ്യണം, പിന്നെ പ്രെഡിക്റ്റബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിന് ഇഫക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ടെസ്റ്റിൻ്റെ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് എന്താണ് ഒബ്ജക്റ്റിവിറ്റി നോക്കാം. ഒബ്ജക്റ്റിവിറ്റി ഇവിടെ 2 തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ഒബ്ജക്റ്റിവിറ്റി ഓഫ് ഐറ്റംസ്, അതായത് ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റിവിറ്റിയും, അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി ഓഫ് സ്കോറിങ്ങും. ഇവിടെ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ട്, സബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്താ? നമ്മൾ MCQ ഒക്കെ പറയുന്ന പോലെ എല്ലാവർക്കും അതിലൊരൊറ്റ ഉത്തരേ, കറക്റ്റായിട്ട് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. അപ്പം നമ്മൾ ചോദിക്കുകയാണ് ബിഹേവിയറിസത്തിൻ്റെ മെയിൻ ആൾ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സൺ ആണെന്നുള്ള ആ ഒരു ഉത്തരം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം വൂണ്ട് ഉണ്ടാവും ഓപ്ഷനിൽ, വില്യം ജെയിംസ് ഉണ്ടാവും, വാട്സൺ ഉണ്ടാവും. അപ്പം ആര് എന്ത് ഉത്തരം കറക്കി കുത്തുന്നു എന്നുള്ളതിലപ്പുറത്തേക്ക് കറക്റ്റായിട്ട് അതിനൊരു ഉത്തരമുണ്ട്. അത് ഒബ്ജക്റ്റീവാണ്. അതായത് ആർക്കായാലും അത് കറക്റ്റ് ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ വില്യം ജെയിംസ് ആണ് തോന്നുന്നത് വെച്ചിട്ട് വില്യം ജെയിംസ് ആണ് അതിൻ്റെ ഉത്തരം ഒരിക്കലും കറക്റ്റ് ആവുന്നില്ല. വാട്സൺ ആണ് എന്നുള്ളത് ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒബ്ജക്റ്റീവ് ഓഫ് ഐറ്റം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവില്ലേ, അതിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും. അതായത് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയും, പക്ഷേ ശരിക്കും ടെസ്റ്റിൽ എന്താണ് ആ ഐറ്റംസ് ആണ്. ഈ ഐറ്റംസ് വായിച്ചിട്ട് നമ്മൾ എത്രത്തോളം ഇതിനോട് എഗ്രി ചെയ്യുന്നു, 1 to 5 ഒക്കെ ചിലപ്പോൾ റേറ്റ് ചെയ്യാനായിരിക്കും പറയാം. 1 to 5, ഓക്കെ, 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എത്രത്തോളം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് അനുകൂലിക്കുന്നുള്ള രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ടെസ്റ്റ്, ആ ഒരു ഐറ്റം വായിക്കുന്ന സമയത്ത് എല്ലാവരും അതിനെ സെയിം മീനിങ്ങിലാണോ എടുക്കുന്നത് എന്നുള്ളത്. അതായത് ഒരാൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അപ്പോൾ നമ്മൾ ജാർഗൺസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ വിചാരിച്ചോ, അത് കോമൺ ആൾക്കാർക്ക് മനസ്സിലാവില്ല. നമ്മൾ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഭയങ്കര വാക്കുകളും വലിയ വലിയ ടേംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ടെസ്റ്റ് ഉണ്ടാക്കുക വെച്ചാൽ അതൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആവുന്നില്ല. കാരണം എന്താ, അത് കോമൺ ആൾക്കാർക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്താ അവർ ഉദ്ദേശിച്ചേക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല. അപ്പോൾ ആളുകൾക്ക് വായിച്ചാൽ എല്ലാവർക്കും ഏകദേശം ഒരുപോലെയുള്ള മീനിങ് ആയിരിക്കണം കിട്ടേണ്ടത്. അതാണ് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി ഓഫ് ഐറ്റംസ് എന്ന് പറയുന്നത്. അതായത് ഐറ്റം എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ആ ഐറ്റം വായിച്ചാൽ എല്ലാവർക്കും സെയിം മീനിങ് ആയിരിക്കണം കിട്ടേണ്ടത്. ഇനി ഒബ്ജക്റ്റിവിറ്റി ഓഫ് സ്കോറിങ്, ഐറ്റത്തിൻ്റെ കഴിഞ്ഞു. ഇനി സ്കോറിങ് പറയുകയാണെങ്കിൽ ഒന്നല്ല, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പേർട്സ് ഒരേ സമയം സ്കോർ ചെയ്യുമ്പോഴും എന്താണ് സെയിം ആയിട്ടുള്ള സ്കോറിങ് ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റിവിറ്റിയിൽ ഇത്രയാണ് പറയാനുള്ളത്, സ്കോറിങ്ങിൻ്റെയും ഐറ്റത്തിൻ്റെയും ഒബ്ജക്റ്റിവിറ്റി. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ത്? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ടെസ്റ്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും റിലയബിൾ ആയിരിക്കണം. നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു ഗുഡ് ടെസ്റ്റ് ആവുള്ളൂ. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കോറിൽ ഉണ്ടാവുന്ന കൺസിസ്റ്റൻസിനെയാണ് പറയുന്നത്. എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ് ഒരു ടെസ്റ്റ്, അതിൽ സ്കോറുകൾ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് നടത്തി, അതിലൊരു പെർട്ടിക്കുലർ സ്കോർ കിട്ടി, ഒരു ലോ സ്കോറാണ് കിട്ടിയെന്ന് വിചാരിച്ചോ, എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് നടത്തുന്ന സമയത്ത് അതിൽ വേറെ തരത്തിലുള്ള സ്കോറാണ് കിട്ടുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ നമുക്ക് പറയാം അവിടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഒരു ടെസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ എന്താണ്, അത് റിലയബിൾ ആയിരിക്കണം. സോ റിലയബിലിറ്റിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് സെൽഫ് കോറിലേഷൻ ഓഫ് ദ ടെസ്റ്റ്. ഒരു ടെസ്റ്റിൻ്റെ സെൽഫ് കോറിലേഷൻ. ഓക്കെ, പിന്നെ 2 തരത്തിൽ നമ്മുടെ റിലയബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 തരത്തിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒന്ന് ടെമ്പോറൽ സ്റ്റെബിലിറ്റിയും ഒന്ന് ഇന്റേണൽ സ്റ്റെബിലിറ്റിയുമാണ്. ടെമ്പോറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടെമ്പോറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം റിലേറ്റഡ് എന്നാണ് അർത്ഥം അല്ലേ? ടൈം റിലേറ്റഡ്, അതായത് നമ്മളൊരു ടെസ്റ്റ് കൊടുത്തു, ഒരു ടെസ്റ്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ആൻഡ് അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ആദ്യം നമ്മളൊരു ടെസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെയും അതേ സെയിം ടെസ്റ്റ് തന്നെ നമ്മൾ അവരിൽ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഈ 2 തവണയും കിട്ടിയ സ്കോറുകൾ തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ലോ സ്കോർ കിട്ടി, ഇത് ചെയ്യുമ്പോഴും നമുക്ക് ആ സെയിം ലോ സ്കോർ തന്നെയാണ് കിട്ടുന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അത് അങ്ങനെ
കിട്ടുന്ന കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നോക്കുന്നതിനാണ് നമ്മൾ ടെമ്പോറൽ സ്റ്റെബിലിറ്റി എന്ന് പറയുക. ലോ സ്കോർ കിട്ടി പിന്നെയും ഏകദേശം അതേ സെയിം സ്കോർ തന്നെ കിട്ടുന്ന വെച്ചാൽ അവിടെ ഒരു സ്റ്റേബിൾ ആണ് അല്ലെ, കൺസിസ്റ്റന്റ് ആണ്. അപ്പൊ അതെന്താണ്? ടെമ്പോറൽ സ്റ്റെബിലിറ്റി ആണ്. ഇനി ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മൾ ഇന്റേണൽ കൺസിസ്റ്റൻസി ചെയ്യുന്ന സമയത്തും എന്താണ്, അതായത് നമ്മൾ ടെമ്പോറൽ സ്റ്റെബിലിറ്റി പറഞ്ഞു. ഇനി ഇന്റേണൽ കൺസിസ്റ്റൻസി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഇതിൽ പറയാം. ഞാനിപ്പം റിലയബിലിറ്റി പറയുമ്പോൾ നമ്മൾ ടെമ്പോറൽ സ്റ്റെബിലിറ്റി പറഞ്ഞു. ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സെയിം ടെസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും ചെയ്യുന്നുണ്ട്. അതിനെ ഞാൻ റീടെസ്റ്റ് എന്നാണ് പറയുക. ടെസ്റ്റ്, റീടെസ്റ്റ്. നമ്മൾ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും 4 റിലയബിലിറ്റിയാണ്. അതിൽ ഒന്നാമത്തതാണ് എന്ത്, ടെസ്റ്റ്, റീടെസ്റ്റ്, റിലയബിലിറ്റി എന്നുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഒരു സിംഗിൾ ടെസ്റ്റ്, ഒരു ടെസ്റ്റ് തന്നെ അത് 2 വട്ടം അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, ഒരൊറ്റ ടെസ്റ്റ് തന്നെ നമ്മൾ എന്താണ് 2 വട്ടം അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ടെസ്റ്റ്, റീടെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് 2 വട്ടം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ടെസ്റ്റ്, റീടെസ്റ്റ് എന്ന് പറയുന്നത്. വിത്ത് എ റീസണബിൾ ടൈം ഗ്യാപ്പ്, ഒരു കറക്റ്റ് ആയിട്ടൊരു ടൈം ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ എന്താണ് ടെസ്റ്റ്, റീടെസ്റ്റ് ചെയ്യാണ്. അപ്പം ടെസ്റ്റ് ചെയ്ത് ഈ റീടെസ്റ്റ് ചെയ്യുന്നതിനിടയിൽ എന്താണ് ഒരു ടൈം ഗ്യാപ്പ് പറയുന്നുണ്ട്. ഈ ടൈം ഗ്യാപ്പ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം ഗ്യാപ്പ് ആയിട്ട് പറയുന്നത് ഒരു ഫോർട്ട്നൈറ്റ് ആണ്. അതായത് ഒരു ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് 14 ദിവസം, 14 days ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുന്നത്. ഒരു ടെസ്റ്റ് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്, ഒരു 14 days ആണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഇവിടുന്ന് കിട്ടിയ സ്കോറും തമ്മിൽ നമ്മൾ കോറിലേഷൻ ആണ് നോക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ് കോറിലേഷൻ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കോറിലേഷനാണ് നമ്മൾ എന്ത് പറയുക, ടെമ്പോറൽ സ്റ്റെബിലിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻലി എന്താണ്, ഹെട്രോജീനസ് ആയിട്ടുള്ള ടെസ്റ്റ്, അതുപോലെ സ്പീഡ് ടെസ്റ്റിലും പവർ ടെസ്റ്റിലും ഒക്കെ നമുക്ക് ടെസ്റ്റ്, റീടെസ്റ്റ്, റിലയബിലിറ്റി എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്റേണൽ കൺസിസ്റ്റൻസി. ഓക്കെ, നമുക്ക് അതിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വരാം. നമ്മൾ ഇന്റേണൽ കൺസിസ്റ്റൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മുടെ അതേ ടെസ്റ്റിൽ തന്നെ, സെയിം ടെസ്റ്റിനെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കോറിലേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് എത്രത്തോളം ഹോമോജീനസ് ആണ്, നോക്കുന്നത്. അതായത് ആ ടെസ്റ്റിലെ ഐറ്റംസ് എല്ലാം സെയിം സാധനത്തിന് തന്നെയല്ലേ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ മോസ്റ്റ് കോമൺ സാധനമാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റിൽ 1 to 10 ഐറ്റംസ് ഉണ്ട് വിചാരിച്ചോ, 5 ആണല്ലോ അതിൻ്റെ നടുക്ക് വരിക. ഇങ്ങനെ കറക്റ്റായിട്ട് 1 മുതൽ 5 വരെ ഒരു ഹാഫ്, 5 മുതൽ 10 വരെ അടുത്ത ഹാഫ് എന്നല്ല നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണ്, അധികം ചിലപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ടെസ്റ്റുകൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സിമ്പിൾ ഐറ്റമും ഇവിടെയൊക്കെ ഈസി ഐറ്റംസും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കോറിലേഷൻ നോക്കുന്നതിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, ഈ സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡിലെ തന്നെ ഏറ്റവും കോമൺ മെത്തേഡാണ് ഓഡ് ഈവൻ മെത്തേഡ്. സ്പ്ലിറ്റ് ഹാഫിൽ നമ്മൾ എന്താ ചെയ്യുക, കറക്റ്റായിട്ട് 2 ഈക്വൽ ഹാഫ്സ് ആക്കിയിട്ട് മാറ്റും. 2 ഈക്വൽ ഹാഫ് ആയിട്ട് ഇത് അപ്പുറം അപ്പുറം ഉള്ള പോലെ 2 ഈക്വൽ ഹാഫ്സ് ആക്കിയിട്ട് നമ്മൾ മാറ്റും. അപ്പോൾ ഒരു ടെസ്റ്റിൽ ഇപ്പം 1 to 10 ഐറ്റം ഉണ്ടെങ്കിൽ ഓടൊക്കെ ഒരു ഭാഗത്തും ഈവൻ ഐറ്റംസ് ഒക്കെ, അതായത് 1, 3, 5, 7 എന്ന് പറഞ്ഞ ഐറ്റം ഒക്കെ ഒരു ഭാഗത്തും 2, 4, 6, 8 എന്നൊക്കെ പറഞ്ഞ് വേറൊരു ഭാഗത്തും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് ഇവരുടെ സ്കോർ തമ്മിൽ, ഈ ഓഡ് ഐറ്റത്തിന്റെ സ്കോറും ഈവൻ ആയിട്ടുള്ള ഐറ്റത്തിന്റെ സ്കോറും നമ്മൾ എന്ത് ചെയ്യും, കോറിലേറ്റ് ചെയ്യും. അതാണ് നമ്മൾ ഓഡ് ഈവൻ മെത്തേഡ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓഡ് ഈവൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഗുണം എന്താ വെച്ചാൽ ഒരൊറ്റ ടെസ്റ്റിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ മറ്റേതിൽ എന്താ, ടെസ്റ്റ് റീടെസ്റ്റിൽ ഒരു ടെസ്റ്റ് ചെയ്തു, പിന്നെ കുറേ ടൈം ഗ്യാപ്പ് കൊടുത്തു, അടുത്ത ടെസ്റ്റ് ചെയ്തു, അപ്പോൾ കുറേ ടൈം കൺസ്യൂമിങ് ആണത്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷൻ്റെ ആവശ്യമുള്ളൂ. ഇതാണ് ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒറ്റൊരു അഡ്മിനിസ്ട്രേഷനിൽ തന്നെ എന്താണ്, നമുക്ക് 2 സ്കോർസ് കിട്ടുന്നുണ്ട്. നമ്മളിവിടെ സ്പ്ലിറ്റ് ഹാഫ് ചെയ്യുന്നുണ്ട്, ഓഡ് ഈവൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ഓഡ് ഈവൻ ആണെന്നില്ല, പല മെത്തേഡുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഓഡ് ഈവൻ മെത്തേഡാണ്. അപ്പോൾ ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ എന്താണ്, നമുക്ക് 2 സെറ്റ് സ്കോറുകൾ കിട്ടുകയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എന്താണ്, സിംഗിൾ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ 2 സ്കോറുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റിനെ നമ്മൾ ഓൺ ദ സ്പോട്ട് റിലയബിലിറ്റി എന്നും കൂടി പറയും. ആ സ്പോട്ടിൽ തന്നെ നമുക്ക് എന്താണ് 2 ഡാറ്റ സെറ്റ്സ് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോറിലേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ആണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിൽ നമുക്ക് സ്പ്ലിറ്റ് ഹാഫ് ചെയ്യാം. ഓക്കെ, പല തരത്തിൽ നമുക്ക് സ്പ്ലിറ്റ് ഹാഫ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല തരത്തിൽ ചെയ്യുന്ന സമയത്ത് എന്താണെന്നറിയോ, പല തരത്തിലുള്ള കോഎഫിഷ്യന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നുണ്ട്.
ഇതിൽ നമ്മൾ ഈ സ്പ്ലിറ്റ് ഹാഫിൽ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വേറൊരു മെത്തേഡാണ് കുഡർ-റിച്ചാർഡ്സൺസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുല ഉണ്ട്. കുഡർ-റിച്ചാർഡ്സൺസ് ഫോർമുല. അതിന് KR20 ഉണ്ട്, പിന്നെ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് KR21 ഉണ്ടായിട്ടുണ്ട്. ഇതും നമ്മൾ ഇന്റേണൽ കൺസിസ്റ്റൻസി നോക്കാനാണ്. അപ്പോൾ ഇതിൽ പക്ഷേ ഈ KR20 ഫോർമുല നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ടെസ്റ്റിലെ ഐറ്റംസ് എന്തായിരിക്കണം? ഹോമോജീനസ് ആയിരിക്കണം. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +1 അല്ലെങ്കിൽ 0 എന്ന രീതിയിലായിരിക്കണം സ്കോറിംഗ് നടക്കേണ്ടത്. ഒന്നെങ്കിൽ സ്കോറിങ്ങിൽ 1ഉം 0യേ പാടുള്ളൂ. അതായത് കറക്റ്റ് ആൻസറിന് 1 അല്ലെങ്കിൽ അടുത്തതിന് 0 അല്ലെങ്കിൽ യെസ്സിന് 1 0 എന്നുള്ള പോലെ 1 0 എന്ന് പറഞ്ഞ സ്കോറിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ കുഡർ-റിച്ചാർഡ്സനെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. മൂന്നാമത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഐറ്റത്തിലെ ഡിഫിക്കൽറ്റി സിമിലർ ആയിരിക്കണം. അതായത് ഒരു ഐറ്റം ഭയങ്കര ഡിഫിക്കൽട്ടും ഒരു ഐറ്റം ഭയങ്കര ഈസിയും അങ്ങനെ കിടക്കാൻ പാടില്ല. ഏകദേശം എല്ലാ ഐറ്റംസും തമ്മിലും സിമിലർ ഡിഫിക്കൽറ്റി ആയിരിക്കണം. ഇത്തരം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് KR20 അല്ലെങ്കിൽ KR21 മോഡിഫൈ ചെയ്ത ഫോർമുലയാണ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ KR20 അല്ലെങ്കിൽ കുഡർ-റിച്ചാർഡ്സനെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, അതായത് ഹോമോജീനസ് അല്ല, നമുക്ക് വേറെ സ്കോറിംഗ് ഒക്കെ ഉണ്ടാവില്ലേ ചില സമയത്ത്, 1 2 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് വേറെ സ്കോറിങ്ങുകൾ ഉണ്ടാവും, ഐറ്റം ഡിഫിക്കൽറ്റിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാ വേറൊരു ഫോർമുലയാണ് ക്രോൺബാക്സ് ആൽഫ. ഇതും ഇന്റേണൽ കൺസിസ്റ്റൻസി നോക്കാൻ ആൽഫ സിമ്പിൾ ഈ ആൽഫയാണ് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ആൽഫ. അപ്പം കോഎഫിഷ്യന്റ് ആൽഫ ഇപ്പോൾ PG എൻട്രൻസിലൊക്കെ ആണെങ്കിൽ അധികം ഇന്റേണൽ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഎഫിഷ്യന്റ് ആൽഫയാണ്. അതിൻ്റെ വേറൊരു പേരാണ് ക്രോൺബാക്സ് ആൽഫ എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത റിലയബിലിറ്റി രണ്ടെണ്ണം പറഞ്ഞു, ടെസ്റ്റ് റീടെസ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഇന്റേണൽ കൺസിസ്റ്റൻസിൻ്റെതും പറഞ്ഞു. ഇനി നമുക്കുള്ളത് ഓൾട്ടർനേറ്റ് ഫോമാണ്. ഇത് സിമ്പിളാണ്. ഒരു ടെസ്റ്റ് തന്നെ നമ്മൾ 2 ഫോമിൽ ഉണ്ടാക്കും, A ആൻഡ് B. സെയിം ടെസ്റ്റ്, ഏകദേശം സിമിലർ ഐറ്റംസ് ആയിരിക്കും, സെയിം സാധനത്തിനാണ് മെഷർ ചെയ്യുന്നത്. ഇതിൻ്റെ 2 ഫോമിൽ ഉണ്ടാക്കും, A ഉണ്ടാക്കും B ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആൾക്കാർക്ക് ആദ്യം A കൊടുക്കും, A ടെസ്റ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു 14 days, ഒരു ഫോർട്ട്നൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ B കൊടുക്കും. അതായത് ഇവിടെ ഒരു ടൈം ഗ്യാപ്പ് എടുത്തിട്ട് Aയോ Bയോ കൊടുക്കും. ചിലപ്പം ഡിലേഡ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കൊടുക്കും. 2 രീതിയിലും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ 2 ടെസ്റ്റുകൾ തമ്മിലുള്ള കോറിലേഷൻ നോക്കുന്നതിനാണ് എന്ത് പറയുക? ഓൾട്ടർനേറ്റ് ഫോംസ് റിലയബിലിറ്റി എന്ന് പറയാം. ഇത് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. പാരലൽ ഫോംസ് റിലയബിലിറ്റി പറയും. അത് പാരലലി രണ്ടും ഉണ്ട് അല്ലേ, എയും ഉണ്ട് ബിയും ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പാരലൽ ഫോംസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈക്വലന്റ് ഫോംസ് റിലയബിലിറ്റി, അതായത് 2 ഈക്വൽ ടെസ്റ്റ്, 2 ഈക്വൽ ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അല്ലെങ്കിൽ കമ്പാരബിൾ ഫോം റിലയബിലിറ്റി, ഇങ്ങനെ പല പേരിലും നമ്മൾ ഓൾട്ടർനേറ്റ് ഫോം റിലയബിലിറ്റീനെ പറയുന്നുണ്ട്. ലാസ്റ്റ് റിലയബിലിറ്റി ആണ് സ്കോറർ റിലയബിലിറ്റി. സ്കോറർ റിലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അതിൽ കൂടുതൽ എക്സാമിനേഴ്സോ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, സെയിം റിലയബിലിറ്റി തന്നെ കിട്ടണം, സെയിം സ്കോർ തന്നെ, സ്കോർ ചെയ്യുന്ന സമയത്ത് എന്താണ്, സെയിം സ്കോർസ് തന്നെ കിട്ടണം. ആ റിലയബിലിറ്റിയാണ് നമ്മൾ സ്കോറർ റിലയബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്റർ റേറ്റർ റിലയബിലിറ്റി എന്നും പറയും. ഓക്കെ, അതായത് ഈ റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ്, സെയിം സ്കോർ ആയിരിക്കണം കിട്ടേണ്ടത്. ഇതാണ് ഇന്റർ റേറ്റർ റിലയബിലിറ്റി. ഓക്കെ, അപ്പോൾ റിലയബിലിറ്റിയിൽ നമുക്ക് പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ഒരു റിലയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നോക്കാം. ഒരു ടെസ്റ്റ് ആണെങ്കിൽ ആ ടെസ്റ്റ് റിലയബിൾ ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിലയബിൾ ആവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഓക്കെ, ഈ പോയിന്റ് വേണ്ട കേട്ടോ. ഐറ്റംസ് ഷുഡ് ബി ഹോമോജിനസ്, ഇത് വേണ്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം എന്തായിരിക്കണം, ഹോമോജിനസ് ആയിരിക്കണം. അതുപോലെ തന്നെ ടെസ്റ്റ് ഒരു ലോങ്ങർ വൺ ആയിരിക്കണം, കുറച്ചും കൂടി ലെങ്തിയർ ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കണം. ടെസ്റ്റിൻ്റെ ലെങ്ത് നന്നാവുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഐറ്റം ഷുഡ് ബി ഓഫ് മോഡറേറ്റ് ഡിഫിക്കൽട്ടി വാല്യൂസ്, ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലായിരിക്കണം ഐറ്റത്തിൻ്റെ വാല്യൂ ഉണ്ടാവേണ്ടത്. അത് ഭയങ്കര കൂടുതൽ ഭയങ്കര കുറവെന്നുള്ള രീതിയിലല്ലാതെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സാധനമായിരിക്കും വേണ്ടത്. പിന്നെ ഒരു ഡിസ്ക്രിമിനേറ്ററി ഐറ്റം ആയിരിക്കണം, അതായത് ഐറ്റംസ് തമ്മിൽ നമുക്ക് കണ്ടാൽ ഒരു വ്യത്യസ്തത അനുഭവപ്പെടണം എന്നുള്ളത്. അപ്പം ഒരു ടെസ്റ്റ് റിലയബിൾ ആവണമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് നോക്കേണ്ടത്.
ഇവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തെറ്റിപ്പോയതാണ്. ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പിലാണ് നമ്മളിത് കൊടുക്കേണ്ടത്. ഹെട്രോജീനിയസ് ഗ്രൂപ്പിലാവുമ്പോൾ സമയത്ത് എന്താ, പല തരത്തിലുള്ള ആളുകളുണ്ട് അല്ലേ, വ്യത്യസ്ത സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, വ്യത്യസ്ത ജെൻഡർ, അങ്ങനെ പല വ്യത്യസ്ത കാറ്റഗറീസ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പിനാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു സാധനത്തിൻ്റെ റിലയബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഗ്രൂപ്പ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പ് ഹെട്രോജീനിയസ് ആയിരിക്കണം, നമ്മുടെ ഐറ്റം എന്തായിരിക്കണം, ഐറ്റം ഹോമോജീനിയസ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഈ ഒരു വീഡിയോയിൽ, നമ്മൾ എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞു, അത് സെൽഫ് കോറിലേഷൻ ഓഫ് ദ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ടെമ്പോറൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം പറഞ്ഞു. പിന്നെ 4 ടൈപ്പ് റിലയബിലിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ റിലയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റീവും പറഞ്ഞു, റിലയബിലിറ്റിയും പറഞ്ഞു. ഇനി ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക്